വെൽക്കം ടു പോളിടെക്നിക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NVMe SSD, M.2 SSD, അതേപോലെ നോർമൽ ഹാർഡ് ഡിസ്ക്, ഇത് മൂന്നും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അതിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു ടിയർ ഡൗണും അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ചാനലിൽ അതുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് HP-യുടെ സെയിം സ്പെസിഫിക്കേഷനിലുള്ള 3 ലാപ്ടോപ്പുകളിൽ NVMe SSD, SATA SSD, അതേപോലെ നോർമൽ ഹാർഡ് ഡിസ്ക്, ഇത് മൂന്നും ഉപയോഗിക്കുമ്പോഴുള്ള സ്പീഡ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. നമ്മൾ എന്തായാലും പഴയ ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുന്നത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നമ്മളിത് സർവീസ് സെൻറ്ററിലോ കടകളിലോ ഒക്കെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് കണ്ണുമടച്ച് കേൾക്കാതെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു മിനിമം നോളജ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം ഈ 3 സ്പെസിഫിക്കേഷന് ഉള്ള SSDകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. നമ്മൾ HP-യുടെ എലൈറ്റ് ബുക്ക് 840 G3 ആണ് നമ്മളിതിന് ടെസ്റ്റിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന ലാപ്ടോപ്പ്. i5 ആണ്, 6th ജനറേഷൻ ആണ്, 2 കോറുള്ളതാണ്, 8 GB റാം ഉണ്ട്. വിൻഡോസ് 10ൻ്റെ പ്രോയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, 22H2 ആ വെർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് ടെസ്റ്റും 1-2 ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള സ്പീഡ് ടെസ്റ്റുമാണ്. നമുക്ക് ആദ്യം ഒന്ന് ഓണാക്കി നോക്കാം. 3 ലാപ്ടോപ്പുകളും സെയിം സ്പെസിഫിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ ഓണാക്കുകയാണ്. റൈറ്റ് സൈഡിൽ നോർമൽ ഹാർഡ് ഡിസ്ക്, സെൻറ്ററിൽ SSD SATA SSD, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ NVMe 256 GB. ഓക്കെ, അപ്പോൾ ബൂട്ടിംഗ് ടെസ്റ്റ് തന്നെ കാണാം. NVMe ആയിരിക്കും എപ്പോഴും ഫസ്റ്റ് വരുന്നത് നമുക്കറിയാം. NVMeയും SATAയും തമ്മിൽ എന്ത് ഡിഫറൻസ് ഉണ്ട്? ഹാർഡ് ഡിസ്ക് എന്തായാലും സ്ലോ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ബൂട്ടിംഗ് SSDയും NVMe SSDയും കഴിഞ്ഞു. ഹാർഡ് ഡിസ്ക് എത്ര സെക്കൻഡിലാണ് ബൂട്ടായി വന്നേക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കൃത്യമായി കാണാം. ഇനി നമുക്കത് റീബൂട്ട് ചെയ്യാം. ഫോട്ടോഷോപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പായി നമുക്ക് റീബൂട്ട് ചെയ്ത് നോക്കാം. റീബൂട്ടിങ്ങിന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള സ്പീഡ് തന്നെയാണോ റീബൂട്ട് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നോർമൽ ഹാർഡ് ഡിസ്ക് ഷട്ട് ഡൗൺ ആയിട്ടില്ല ഇതുവരെ. അത് ഷട്ട് ഡൗൺ ആയതിന് ശേഷം വേണം റീസ്റ്റാർട്ടായി വരാനായിട്ട്. അപ്പോൾ NVMe ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വിൻഡോസിലേക്ക് കയറും. നമുക്ക് NVMe എത്ര സെക്കൻഡിലാണ് ബൂട്ടിങ് കംപ്ലീറ്റ് ആകുന്നതെന്ന് നോക്കാം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, NVMeയും SATA SSDയും ഏകദേശം ഒരുപോലെ തന്നെ എത്തുന്നുണ്ട്. ഓക്കെ, NVMe SSD ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു ഡിഫറൻസിൽ തന്നെയാണ് അത് രണ്ടും ആയിരിക്കുന്നത്. i5 ആണ്. പ്രോസറിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ SATA NVMeയും ഏകദേശം ഒരുപോലെ തന്നെ ബൂട്ട് ചെയ്ത് വന്നു. നോർമൽ ഹാർഡ് ഡിസ്ക് എത്ര ടൈമാണ് നമ്മുടെ നഷ്ടപ്പെടുത്തുന്നതെന്ന് കാണുന്നുണ്ടല്ലോ. അതേപോലെ നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സ്പീഡ് നോക്കുക, വീഡിയോയിൽ നോക്കുക. NVMeയും SATAയും ഏകദേശം ഒരുപോലെയാണ്. NVMe എന്തായാലും ആദ്യം തന്നെ ലോഡ് ചെയ്ത് വരണം. എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കാം. നോർമൽ ഹാർഡ് ഡിസ്ക് റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ ഇതുവരെയായിട്ടും. ഓക്കെ, അപ്പോൾ ഫോട്ടോഷോപ്പ് NVMeയിലുമായി SATAയിലുമായി. നോർമൽ ഹാർഡ് ഡിസ്ക് ഇതുവരെ ബൂട്ടിങ് കംപ്ലീറ്റ് ആയിട്ടില്ല റീബൂട്ട് ചെയ്തിട്ട്. അപ്പോൾ പരമാവധി ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നോർമൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സർവീസ് സെൻറ്ററിലോ അടുത്തുള്ള കമ്പ്യൂട്ടർ ഷോപ്പുകളിലോ ഒക്കെ കൊടുത്ത് അത് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ NVMeയോ SATA SSDയോ ഒക്കെ തന്നെയാണ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. പഴയ ജനറേഷനുള്ള കമ്പ്യൂട്ടറുകളിൽ ചിലപ്പോൾ NVMe SSD സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നോർമൽ SSD ആയാലും മതി. ഹാർഡ് ഡിസ്കിനേക്കാളും എന്തായാലും 3 ഇരട്ടിയെങ്കിലും 3 ഇരട്ടിയിൽ കൂടുതൽ എന്തായാലും സ്പീഡ് വരും. 550 MB/s ആണ് SATAയുടെ സ്പീഡ് വരുന്നത്. നോർമൽ ഹാർഡ് ഡിസ്ക് എങ്ങനെ നോക്കിയാലും ഒരു 160 MBps ഒക്കെ വരും. അപ്പോൾ മാക്സിമം സ്പീഡ് എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ പരമാവധി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ നോർമൽ ഹാർഡ് ഡിസ്ക് മാറ്റിക്കൊണ്ട് SATAയിലേക്ക് NVMeയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. പഴയ ഹാർഡ് ഡിസ്ക് കളയേണ്ട കാര്യമില്ല. പഴയ ഹാർഡ് ഡിസ്ക് നമുക്കൊരു എക്സ്റ്റേണൽ USB ഡ്രൈവായിട്ട് ഉപയോഗിക്കുന്ന തരത്തിൽ നമുക്കതിന് കേസിങ് വാങ്ങാൻ കിട്ടും. ഓൺലൈൻ അവൈലബിൾ ആണ്. ഓൺലൈൻ വാങ്ങുന്നവർ അങ്ങനെ വാങ്ങുക. USB കേസിങ്, ഹാർഡ് ഡിസ്കിൻ്റെ കേസിങ് ഓൺലൈൻ സെർച്ച് ചെയ്താൽ മതി, നമുക്കത് കിട്ടും. അത് കിട്ടുന്നവർ ആ രീതിക്ക് നമ്മുടെ നോർമൽ ഹാർഡ് ഡിസ്കിനെ എക്സ്റ്റേണൽ USB ഡ്രൈവായിട്ട് ഉപയോഗിക്കുക. SATA ഡ്രൈവ് മിനിമം ഒരു 256 GB എങ്കിലും വരുന്ന ഒരു SATA ഡ്രൈവിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. അത് നല്ല കമ്പനിയുടെ ഏതെങ്കിലും വാങ്ങാനായിട്ട് പറ്റുമെങ്കിൽ അത് തന്നെ വാങ്ങുക. അല്ലെങ്കിൽ നമുക്ക് ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വാറൻറ്റി കൂടുതലുള്ള ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങി അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിസ്റ്റം
പുതിയ സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാതെ തന്നെ പരമാവധി വേഗതയിൽ നമുക്ക് നോർമൽ ടാസ്കുകളെല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഈ സിസ്റ്റം സ്ലോ ആണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആരും തന്നെ ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രത്തോളം പണം മുടക്കാതെ തന്നെ ഒരു 2000-3000 രൂപ റേഞ്ചിൽ തന്നെ നമുക്ക് ഇതുപോലെയുള്ള SSDകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തെ പുതിയതുപോലെ സ്പീഡാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, താങ്ക് യു. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം.